തെയ്യം പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ ഹത്തനെ ഉദിയ ചലച്ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. എന്റെ ഊരിനകത്ത് അലസിക്കൂറുണ്ടാ, അവലാതിയുണ്ടാ, വേവലാതിയുണ്ടാ, ആദിയുണ്ടാ, വ്യാധിയുണ്ടാ. കാട്ടുമൂർത്തിന്റെ പേരും പറഞ്ഞ് മേലാങ്കോട്ടയ്ക്ക് പടപ്പുറപ്പാട് അല്ലേ? കാസർകോട്ടെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയിലാണ് ചിത്രം പിറവിയെടുത്തത്. സാങ്കേതിക തികവിനോടൊപ്പം ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങൾ ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. ചിത്രം റിലീസ് ചെയ്ത് ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. നവമാധ്യമങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്നും കണ്ടുവെക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ടാവൂല കേട്ടാ. എന്താക്കണം നീ പറയുന്നത്? കൊല്ലണം, കഴുത്തറുത്ത് കൊല്ലണം. വെടിവെച്ച് കെട്ടിനല്ലേ അളകിയ അവരെ കാട്ടുകടന്നു. അനുഷ്ഠാനത്തിന്റെ ഗോത്രപേരുകൾ തൊട്ട് 80കൾ വരെയുള്ള വടക്കൻ കേരളത്തിന്റെ ജീവിത നേരുകൾ ഒരു മിത്തിന്റെ പിൻബലത്തിൽ ആവിഷ്കരിച്ച കഥ തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. ദേശത്തിന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ അമ്പൂനെ തെയ്യക്കോലത്തിൽ ആടിക്കണം. ഒരു തെയ്യം കെട്ടിച്ച് കൊടുക്കാൻ നോക്കാന്ന്. ചിത്രം പ്രദർശിപ്പിക്കുന്ന പയ്യന്നൂരിലെ അർച്ചന തിയേറ്ററിൽ പ്രമുഖ സിനിമാ താരം ജഗദീഷ് സിനിമ കാണാനെത്തിയിരുന്നു. സിനിമയെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച അണിയറ പ്രവർത്തകരെ ജഗദീഷ് അഭിനന്ദിക്കുകയും ചെയ്തു. കണ്ടപ്പോൾ വളരെ എനിക്കിഷ്ടമായി. വളരെ നല്ലൊരു മൂവിയാണ് ഇത്. കാരണം വെച്ചാൽ ഒരു സോഷ്യൽ മൂവിയിൽ ഇത്രയധികം സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മൂവി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു സോഷ്യൽ മൂവിയിൽ ഇങ്ങനെ ഒരു ത്രില്ലും, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സും ട്വിസ്റ്റുകളും ഒക്കെ ടേൺസും ഒക്കെ ഒരുപാട്. മാത്രമല്ല ഒരു അടിച്ചമർത്തലിന്റെ അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ്. ഇത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ മലബാറിന്റെ മണ്ണിൽ നിന്നും വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്നും ഈ വിപ്ലവത്തിന്റെ തീജ്വാലയാണ്. അതിന്റെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് ഈ ഹത്തനെ ഉദിയ എന്ന് പറയുന്ന ചിത്രം. ഇത് തീർച്ചയായിട്ടും ശ്രീ കുഞ്ഞിരാമൻ പണിക്കർ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് ഇതിന്. ഇത് മലബാർ പ്രദേശത്ത് മാത്രമല്ല കേരളം മുഴുവൻ ഇതിന് വലിയ ഒരു സ്വീകരണം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഹത്തനെ ഉദയ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമൻ പണിക്കർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം A മുഹമ്മദും എഡിറ്റിംഗ് ബിനു നെപ്പോളിയനും നിർവഹിച്ചിരിക്കുന്നു. ദേവാരാജ്, റാം വിജയ്, കബോധൻ ശ്രീധരൻ നമ്പൂതിരി, സന്തോഷ് മാണിയാട്ട്, രാകേഷ് റാം, രാകേഷ് കാര്യത്ത് തുടങ്ങിയവരാണ് അഭിനയ നിരയിലുള്ളത്. നിങ്ങൾ പോയി വരുമ്പോ എനക്കൊരു സാധനം കൊണ്ടുതരൂ. കാണും പോലെയല്ല, എല്ലാ കെണി അറിയുന്ന പെണ്ണാണ്. കൊല്ലണമെന്നോ ഇപ്പൊ എനക്ക് തോന്നുന്നു. തെയ്യത്തിന് കൃഷ്ണൻ നായര സമ്മാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.